Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh Shindi. Today I am going to take you to CBSE Class 10 Political Science Chapter 6. Name of the chapter is Political Parties. Before moving on to our first question, let me remind you to please subscribe my channel and press the bell icon. Please watch the video till the very end and leave your valuable comments in the comment box. Now we can move on to the first question of this video. It's a politics chapter and it deals with political parties. State the various functions of political parties, and how do they perform in a democracy. Political parties try to persuade people why their policies are better than others. They seek to implement these policies by winning popular support through elections. നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസിന് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് they try to persuade people their policies are better than others. അവരുടെ നയങ്ങൾ മറ്റു പാർട്ടികളുടെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, മെച്ചമാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. They seek to implement these policies by winning popular support through elections. നമ്മളിപ്പോൾ ഒരു അസംബ്ലി ഇലക്ഷന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സമയമാണ്. നമുക്ക് അതിന്റെ പ്രവർത്തന സ്വഭാവത്തെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് അവര് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി അവർ ഇലക്ഷൻ മത്സരിച്ച് വിജയശ്രീലാളിതരായി മാറുകയാണ് ചെയ്യുന്നത്. പാർട്ടീസ് ആർ അബൌട്ട് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദസ് ഇൻവോൾവ് പാർട്ടിസൺഷിപ്പ്. നമുക്കറിയാം എത്ര ജനകീയമായ രാഷ്ട്രീയ പാർട്ടി ആയാലും they constitute only a part of the society. സമൂഹത്തിന്റെ മൊത്തം സമ്മതവും സപ്പോർട്ടും അവർക്ക് കിട്ടണമെന്നില്ല. and thus they involve partisanship. ഒരു വിഭാഗീയത അല്ലെങ്കിൽ ചില വിഭാഗത്തിന്റെ മാത്രം പിന്തുണയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്നത്. Now we are moving to the important functions. The first one, the political parties contest elections. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട്. They put forward different policies and programs and the voters choose from them. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ നയങ്ങളും കാര്യപരിപാടികളും ഒക്കെ ഉണ്ടാവും. ഇതിൽ മെച്ചമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്നത്. In a democracy, the political parties formulate various opinions of the people and give directions to the government on various policies. നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും. അവർ പലവിധ ജനവിഭാഗങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഭരണം കൈയാളുന്ന സർക്കാരിന് ഓരോ നയങ്ങളിലുമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം കാണുന്നത്. ഇന്ത്യ അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. The third point is the parties play a decisive role in making laws for a country. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ നിയമ സംഹിത തയ്യാറാക്കുന്നതിൽ, നിയമങ്ങളുടെ ലോ മേക്കിങ്ങിൽ വളരെ സുപ്രധാനമായ പങ്കാണുള്ളത്. The fourth point, parties form and run government. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അതിൽ ഭൂരിപക്ഷം നേടുന്നവരാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. Those parties that lose election act as opposition parties and mobilize opposition to the government. നമുക്കറിയാം പല പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും ഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വരുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഭൂരിപക്ഷം കിട്ടാതെ പോകുന്നവർക്കും വലിയ റോളുണ്ട്. അവർ പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിന്റെ നയങ്ങളിലുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയാണ് ഉള്ളത്. Fifth one, the parties shape public opinion. നമുക്കറിയാം ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഫോറത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. The sixth one, parties provide people access to the government machinery and welfare schemes implemented by the governments. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിലേക്കും അതുപോലെ സർക്കാരിൻ്റെതായ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റോള് വഹിക്കുന്നുണ്ട്. They are responsible to the public or otherwise the people will reject them. ജനങ്ങളോട്
കടപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണം അവരവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവരെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് അകറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. The second question of this video, of this lesson, explain the various challenges faced by the political parties. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലവിധ വെല്ലുവിളികൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിടേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. The first challenge is the lack of internal democracy within parties. ഡെമോക്രസിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുമെങ്കിലും പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം പലപ്പോഴും കാണാറില്ല. Around the world, there is a tendency to concentrate power. നമുക്കറിയാം, മിക്കവാറും രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അധികാര ധ്രുവീകരണം നമ്മൾ കാണാറുണ്ട്. Again, the parties generally doesn't maintain membership registers or hold organizational meetings. ജനങ്ങൾക്കിടയിൽ മെമ്പർഷിപ്പുകൾ അവർ വിതരണം ചെയ്ത് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുമെങ്കിലും അതിന്റെ റെക്കോർഡ്സ്, അതിന്റെ ഡോക്യുമെന്റ്സ്, രജിസ്റ്റേഴ്സ് അവർ കൃത്യമായിട്ട് പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല, ജനങ്ങളുടെ എല്ലാം പങ്കാളിത്തത്തോടു കൂടിയുള്ള ഓർഗനൈസേഷണൽ മീറ്റിംഗ്സ്, അത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങളും അവർ സംഘടിപ്പിക്കുന്നത് കുറവാണ്. The policies are generally decided by a few leaders. ദേശീയ പാർട്ടികളാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചുരുക്കം ചില നേതാക്കളുടെ തീരുമാനങ്ങളാണ് പാർട്ടിയുടെ നയങ്ങളായിട്ട് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ജനാധിപത്യ സ്വഭാവം പലപ്പോഴും കാണുന്നില്ല. The second challenge is the challenge of dynastic succession. അതാണ് അതിന്റെ നേതൃത്വ നിരയിൽ പുതിയ ആളുകൾ വന്നു ചേരുന്നതിനുള്ള ഒരു വ്യവസ്ഥ അതത്ര സുതാര്യമല്ല. Those who happen to be the leaders are in a position of unfair advantage to favor the people who are close to them or even their family members. പല പാർട്ടികളും നമ്മൾ കാണുന്നതാണ്. അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് കുടുംബത്തിന്റെ വകയായിട്ട് ആ പാർട്ടി കൊണ്ടുപോവുകയും അവരുടെ ബന്ധുക്കൾക്കും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കൂടുതൽ സ്വാധീനം ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. The third challenge is about the growing role of money and muscle power in parties, especially during elections. തെരഞ്ഞെടുപ്പ് വേളകളിൽ പലപ്പോഴും പണത്തിൻ്റെതും മസിൽ പവർ, അതായത് ആൾബലവുമൊക്കെ തെരഞ്ഞെടുപ്പ് വേളകളിൽ പാർട്ടികൾ പലപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കാനായി ഉപയോഗിക്കാറുണ്ട്. Rich people and companies who give funds to the parties tend to have influence on the policies and decisions of the party. പലപ്പോഴും പാർട്ടികൾക്ക് വലിയ ധനികരായിട്ടുള്ള വലിയ ബിസിനസ് മാഗ്നറ്റ്സുമായിട്ടൊക്കെ, അങ്ങനെയുള്ള കച്ചവട ഗ്രൂപ്പുകളുമായിട്ടൊക്കെ, ബിസിനസ് ഗ്രൂപ്പ്സുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാവും. അവർ പലപ്പോഴും പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ മുഴുവൻ ഈ പറയുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ സ്പോൺസർ ചെയ്യുന്ന രീതി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടികൾ പലപ്പോഴും പ്രതിജ്ഞാബദ്ധരായി മാറുന്നത് നമുക്ക് കാണാം. The fourth challenge is that very often parties do not seem to offer a meaningful choice to the voters. ജനങ്ങൾക്ക് ഭരണാധികാരികളെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിലും പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥഗർഭമായ ചോയ്സുകൾ, മീനിങ് ആയിട്ടുള്ള ചോയ്സുകൾ വോട്ടർമാരുടെ മുമ്പിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. Over the years, ideological differences between parties have declined steadily. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായ തത്വസംഹിത ആശയമൊക്കെ ഉണ്ടാവുമെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് നോമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശത്തിലുള്ള വ്യത്യാസങ്ങൾ, കാഴ്ചപ്പാടുള്ള വ്യത്യാസങ്ങൾ കാലാനുസൃതമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഭവം. Moving on to the third question of this chapter, mention a few ideas to reform political parties. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ കുറെ കൂടെ റിഫോം ചെയ്യാൻ, അതിന് ആനുകാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ചില ഐഡിയാസ് നമുക്ക് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. The Constitution was amended to prevent elected MLAs and MPs from changing parties. നമുക്കറിയാം, മുൻകാലങ്ങളിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടിയുടെ വക്താവായ ആളുകൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ പാർട്ടി വിട്ട്, മുന്നണി വിട്ട് എതിർകക്ഷിയിലേക്ക് മാറുന്ന, അധികാരത്തിന് വേണ്ടി മറ്റും മാറുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. This was done because many elected representatives were indulging in defection in order to become ministers or for cash rewards.
പലപ്പോഴും അധികാരത്തിന് വേണ്ടിയോ മറ്റ് സാമ്പത്തിക മെച്ചത്തിന് വേണ്ടിയിട്ടോ ആണ് അവരവരുടെ പാർട്ടി വിട്ട് മാറുന്നത്. A law should be made to regulate the internal affairs of political parties. ഇത് തടയുന്നതിനായിട്ട് ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. A provision has to be made for improving women representation in political parties. നമുക്കറിയാം കേരളത്തിന്റെ കാര്യം എടുത്താൽ ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. പക്ഷെ തദനുസൃതമായിട്ടുള്ള പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം ഭൂരിപക്ഷം പാർട്ടികളിലും കാണുന്നില്ല. ഈ സാഹചര്യം മാറേണ്ടതുണ്ട്. Similarly, there should be a quota for women in the decision-making bodies of the party. രാഷ്ട്രീയ പാർട്ടികളുടെ ടോപ്പ് ആയിട്ടുള്ള നമുക്കറിയാം പോളിറ്റ് ബ്യൂറോ എന്നും അല്ലെങ്കിൽ എന്താണ് AICCയുടെ സെൻട്രൽ കമ്മിറ്റി എന്നും അങ്ങനെ പലതും ഒക്കെ പറയുന്ന ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ഓരോ പാർട്ടിയുടെ ടോപ്പ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ബോഡീസിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നതിന് അവർക്കായിട്ടൊരു നിശ്ചിത കോട്ട നിശ്ചയിക്കേണ്ടതാണ്. There should be state funding of elections. അതായത് സർക്കാർ തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കേണ്ടതാണ്. The government should give parties money to support their election expenses. പലപ്പോഴും ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തും മറ്റുമൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ സർക്കാർ തന്നെ ഇലക്ഷൻ മത്സരിക്കുന്നതിന് വേണ്ടി പാർട്ടികൾക്ക് നിശ്ചിതമായ തുക അനുവദിക്കുന്നത് നല്ലൊരു നിർദ്ദേശമാണ്. These suggestions have not yet been accepted by the political parties. പക്ഷേ ഈ മേൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പാർട്ടിയും ഇത് ഇതുവരെയായി സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. There are two other ways in which political parties can be reformed. വേറെ രണ്ട് വഴികളും കൂടെ നമുക്ക് നിർദ്ദേശിക്കാനുണ്ട്. എന്താണ്? One, people can put pressure on political parties. ജനാധിപത്യ സംവിധാനമാകുമ്പോൾ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്താം. എങ്ങനെയാണ്? This can be done through petitions, publicity and agitations. Petitions, അതായത് പരാതികൾ മുഖാന്തരം, പബ്ലിസിറ്റി ആൻഡ് അജിറ്റേഷൻസ്, പൊതുജന വികാരം ഉയർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സമരമാർഗത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികളെ ശുദ്ധീകരിക്കാനുള്ള ശ്രമം നടത്താവുന്നതാണ്. 2. Political parties can improve if those who want this join political parties. പലപ്പോഴും രാഷ്ട്രീയത്തിൽ സേവന താല്പര്യതയുള്ളവർ മാത്രമല്ല പ്രവർത്തകരായിട്ട് കാണുന്നത്. എന്നാൽ സന്നദ്ധരായിട്ടുള്ളവരും പൊതുജന താല്പര്യമുള്ളവരും കൂടുതൽ പാർട്ടീസ് വരുമ്പോൾ ഈ സാഹചര്യം മാറുന്നതായിട്ട് നമുക്ക് കാണാം. The quality of democracy depends on the degree of public participation. ഒരു ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ്. Thus, we have come to the end of this video. Thank you all for watching my video.